പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൻ്റെ സ്നേഹം അതിൻ്റെ ആഴത്തിൽ അനുഭവിച്ചറിയാനായി നമ്മെ സഹായിക്കുന്ന നെസസ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനം 34:5 ഇങ്ങനെ പറയുന്നു, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല എന്ന്. ഇന്ന് UAE ബദാസയിദിൽ നിന്നുള്ള ഡെന്നി ബിൻസി ദമ്പതിമാരെ നാം പരിചയപ്പെടുമ്പോൾ അവരിലുള്ള ആഴമായ ദൈവാശ്രയബോധം നമുക്കും പ്രചോദനമാകട്ടെ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:33 പറയുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയും നിങ്ങൾക്ക് ലഭിക്കും. ഈ വചനം തങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതവും സമയവും എല്ലാം ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു കുടുംബത്തെയാണ് നാം ഇപ്പോൾ പരിചയപ്പെടുന്നത്. ക്ഷാലം പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഡെന്നി, നാട്ടിൽ കോട്ടയത്താണ്. വീട്ടിൽ പപ്പ മമ്മി, എനിക്കൊരു സിസ്റ്ററുണ്ട്. സിസ്റ്ററിൻ്റെ മാരേജ് കഴിഞ്ഞ് അവർ ബാംഗ്ലൂർ സെറ്റിലായിരിക്കുന്നു. ഞങ്ങളിപ്പോൾ കുടുംബമായിട്ട് ബദാസയിലാണ് താമസിക്കുന്നത്. എൻ്റെ പേര് ബിൻസി, ഞാനും നാട്ടിൽ കോട്ടയത്താണ്. ഇവിടെ അബുദാബിയിൽ ബദാസയിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരു മോളുണ്ട്, നോവ മരിയ ഡെന്നി. മോൾക്ക് എത്ര വയസ്സായി? 1 വയസ്സ്. 1 വയസ്സ്. ഓക്കെ. ഇനി ബിൻസിയുടെ ചെറുപ്പത്തിലെ വിശ്വാസ പരിശീലനവും ഒന്നൊന്നും പങ്കുവയ്ക്കാമോ? ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് ഡാഡി, മമ്മി, ഒരു ചേട്ടൻ, ഒരു ചേച്ചി, സഹോദരങ്ങൾ വിവാഹിതരാണ്. ഒരു സാധാരണ ക്രിസ്തീയ വിശ്വാസത്തിലുള്ള കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. കുഞ്ഞുനാളിൽ തന്നെ ഈശോയോടുള്ള വിശ്വാസത്തിലും പ്രാർത്ഥനയിലുമാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ട് വന്നത്. ഒരുപാട് ദൈവാനുഭവങ്ങൾ അനുഭവിക്കാനായിട്ട് ഈശോ എനിക്ക് ഇടവരുത്തി. അത് ആദ്യമായിട്ടൊരു ദൈവാനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്നാണെന്ന് വെച്ചാൽ അതെൻ്റെ കുഞ്ഞുനാളിൽ തന്നെയാണ്. ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എൻ്റെ ഡാഡി നല്ലതായിട്ട് മദ്യപിക്കുന്ന ഒരാളായിരുന്നു. അപ്പം ഞാൻ വളരെ കുഞ്ഞാണെങ്കിൽ പോലും അത് എനിക്ക് വളരെ വേദനയുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ എന്നും ഈശോയോട് ഡാഡിയുടെ മദ്യപാനം മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ ഒരു കസിൻ മുഖാന്തരം ഡാഡി ധ്യാനത്തിന് പോവുകയും ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മദ്യപാനവും പുകവലിയും അങ്ങനെയുള്ള എല്ലാ ദുശീലങ്ങളും മാറി വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയായിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഈ ധ്യാനത്തിന് ഡാഡി പോയിരുന്ന സമയത്തൊക്കെ എൻ്റെ മമ്മി കണ്ണീരോടിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു മദ്യപാനത്തിൽ നിന്ന് വിമുക്തി കിട്ടിയപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ അത് വലിയൊരു വ്യത്യാസം, ഞങ്ങളുടെ എല്ലാ മേഖലയിലും വലിയൊരു വ്യത്യാസം വരുത്തി. അപ്പം എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാനന്ന് കുഞ്ഞാണ്. അപ്പം ഈശോയുടെ ഒരു കാര്യം ചോദിച്ചാൽ ഈശോ അത് സാധിച്ചു തരുമെന്നുള്ളൊരു ഉറച്ച ബോധ്യം അന്ന് എനിക്ക് കിട്ടി. അന്ന് മുതൽ എന്താവശ്യം ഉണ്ടെങ്കിലും ഈശോയോട് ചോദിക്കാനും പ്രാർത്ഥിക്കാനുമുള്ളൊരു വിശ്വാസത്തിലേക്ക് ഞാൻ വളർന്നു. സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിലാണെങ്കിലും ആ ഒരു വിശ്വാസം വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിച്ചു. അതുപോലെ ഡാഡി ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് പ്രാർത്ഥനയിലോട്ടും കുറച്ചും കൂടെ വിശ്വാസത്തിലോട്ടൊക്കെ ആഴപ്പെട്ടു. അത് ഞങ്ങളുടെ കുടുംബത്തിൽ പകർന്നു നൽകി. പിന്നെ ഞാൻ നഴ്സിങ്ങിന് പഠിക്കാൻ പോയത് നാട്ടിലെ കാരിത്താസ് എന്ന സ്ഥാപനത്തിലാണ്. അതൊരു ക്രിസ്തീയ സ്ഥാപനമാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റുഡൻസിനെ വളരെയധികം വിശ്വാസത്തിൽ വളർത്താനും പ്രാർത്ഥനയിൽ ഡെയിലി പ്രാർത്ഥനയിൽ ഞങ്ങളെ വളർത്താനൊക്കെ അവിടുത്തെ സിസ്റ്റേഴ്സൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ അന്ന് തുടർന്നു വന്ന ഒരു വിശ്വാസം ഇതുവരെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ഈശോയോട് വരുത്തിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ബിൻസിയുടെ കുഞ്ഞു മനസ്സിൻ്റെ വേദന ഈശോ കണ്ടു. ആദ്യത്തെ ധ്യാനത്തിൽ തന്നെ പപ്പ തഴക്കദോഷത്തിൽ നിന്ന് വിടുതൽ കിട്ടി. കുടുംബത്തിലെ അത്ഭുതങ്ങൾ നമ്മൾ കണ്ടു. അതിനുശേഷം ബിൻസിയുടെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ ദൈവാനുഭവം ഒന്ന് പങ്കുവച്ചാലോ?
ഞാൻ ഈ പറഞ്ഞതുപോലെ കാരിത്താസിൽ പഠിച്ചു. അതിനുശേഷം ഞാൻ ബോണ്ടൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ നേരെ ബോംബെയിലാണ് ജോലിക്ക് പോയത്. ബോംബെയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കളൊക്കെ എല്ലാവരും തന്നെ പഠിച്ചിറങ്ങി എല്ലാവരും തന്നെ ഡൽഹിയിൽ പോയി. അപ്പോൾ എല്ലാവരും ഇൻ്റർവ്യൂ അന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയും വെളിയിലൊന്ന് പോകണം, ഒരു ജോലി കിട്ടണം എന്നൊരു സ്വപ്നത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ വെളിയിൽ ഡൽഹിയിൽ നിന്നൊക്കെ ഇൻ്റർവ്യൂ കിട്ടി പോകുന്നു. അപ്പോൾ ഞാനും ഡൽഹിയിലോട്ട് ജോലിക്ക് പോയി. അപ്പോൾ ആ സമയത്ത് ഞാനവിടെ ചെന്ന് കഴിഞ്ഞും എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഇങ്ങനെ വിദേശങ്ങളിൽ പോയി. പക്ഷേ എനിക്ക് മാത്രം അതിനൊരു സാധ്യതകൾ കിട്ടുന്നില്ല. ഞാൻ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യും, പാസ്സാകും. പക്ഷേ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ വരുമ്പോഴത്തേന് അതിനെന്തെങ്കിലും തടസ്സങ്ങളാണ്. എന്നാലും ഞാൻ ഈശോയോട് പരാതിപ്പെട്ടൊന്നുമില്ല. എനിക്ക് കിട്ടിയ ജോലിയിൽ സംതൃപ്തിയോടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് എനിക്ക് ഈ അബുദാബിയിലോട്ടുള്ളൊരു ഇൻ്റർവ്യൂ വരുന്നത്. അതൊരു ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണെന്ന് ഞാൻ പിന്നീട് അത് മനസ്സിലാക്കി. ഞാൻ ഒട്ടും ഒരുക്കവും ഇല്ലാതെ, അബുദാബി എന്നൊരു രാജ്യം എൻ്റെ ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലാതിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു സൗദിയിൽ പോകണം, അവിടെ ഒരു ഗവൺമെൻറ് ജോലി കിട്ടണം, അന്നൊക്കെയായിരുന്നു എൻ്റെ സ്വപ്നം. ഞാൻ ഒരു ദിവസം നൈറ്റ് കഴിഞ്ഞ് വരുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ റൂമിലോട്ട് പോകുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് അവൾ ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഞാൻ വഴി വെച്ച് ആളെ കണ്ടുമുട്ടി. അപ്പോൾ ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പോകാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ റൂമിലോട്ട് തിരിച്ചു പോയി. പക്ഷേ ആൾ കുറച്ച് കഴിഞ്ഞ് വീണ്ടും എൻ്റെ വീട്ടിലോട്ട് വന്നിട്ട് എന്നെ വിളിച്ചു. കാരണം ആൾ തന്നെയുള്ളൂ, അപ്പോൾ ഒന്ന് കൂട്ടിനെയല്ല വന്ന്. ആദ്യം ഞാൻ വിസമ്മതിച്ചു. എങ്കിലും ആളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ആ ഇൻ്റർവ്യൂവിന് അവൾക്ക് കൂട്ടിന് പോയതാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു പെട്ടെന്ന് താഴെ ഒരു ഫോട്ടോസ്റ്റാറ്റൊക്കെ എൻ്റെ റെസ്യൂമിൻ്റെ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്ത് ഞാനും ആ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂവിൻ്റെ പാനലിൽ ചെന്നിരുന്നപ്പോൾ എന്നോട് ആ പാനലിലുള്ള എന്നോട് ഉള്ളവർ പറഞ്ഞു, നിന്നോടൊരു 3 ക്വസ്റ്റ്യനെ ഞങ്ങൾ ചോദിക്കുകയുള്ളൂ, ആ 3 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുവാണെങ്കിൽ നിന്നെ ഞങ്ങൾ കൊണ്ടുപോകാം. എന്നോട് അവർ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ നൈറ്റ് കഴിഞ്ഞ് പോകുമായിരുന്നെന്ന്. അന്ന് ഞാൻ നൈറ്റ് ഡ്യൂട്ടിയിൽ ഞാൻ കെയർ ചെയ്തൊരു പേഷ്യൻറ്റിൻ്റെ ഒരു ഡിസീസ് കണ്ടീഷൻ, അതാണ് എന്നോട് അവർ ഫസ്റ്റ് ചോദിച്ചത്. അപ്പോൾ എനിക്ക് നന്നായിട്ട് അതിന് ആൻസർ ചെയ്യാൻ പറ്റി. പിന്നെ രണ്ടാമത് ചോദിച്ചൊരു ചോദ്യം എന്നോട് അതിന് മുമ്പുള്ള ഇൻ്റർവ്യൂവിന് ചോദിച്ചൊരു ചോദ്യമാണ്. അന്ന് ആ ഇൻ്റർവ്യൂവിന് എനിക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ അന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇത് ഇച്ചിരി കൂടെ നന്നായിട്ട് പറയാമായിരുന്നല്ലോ, ഇത് ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ പറയേണ്ടതെന്ന്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യനും എനിക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ അത്ഭുതകരമെന്ന് പറയട്ടെ, ഞാൻ ആ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഒരു ബുക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കി. അപ്പോൾ ആദ്യം കിട്ടിയൊരു പേജ് അത് ജസ്റ്റ് ഒന്ന് വായിച്ചു. അതിൽ വായിച്ച ഒരു ക്വസ്റ്റ്യനാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ അവർ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ട് എന്നോട് പറഞ്ഞു, ആ പാനലിൽ വെച്ച് തന്നെ പറഞ്ഞു യു ആർ സെലക്റ്റഡ് എന്ന്. അങ്ങനെയാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിന് പാസ്സാകുന്നത്. അതിനുശേഷവും ഒരുപാട് തടസ്സങ്ങളുണ്ടായി, എങ്കിലും ദൈവകൃപയാൽ ഇവിടെ വരാൻ സാധിച്ചു. അതൊരു വലിയ അനുഭവമായിരുന്നു. ബിൻസിക്ക് ദൈവം കരുതി വെച്ചൊരു ജോലിയായിരുന്നു. അതെ, നന്ദി പറയാം. നമുക്കിനി ഡെന്നിയിലേക്ക് പോവാം. ഡെന്നി കുറച്ച് ദൈവവിശ്വാസമുള്ള കുടുംബത്തിൽ നിന്നാണല്ലോ. അപ്പോൾ ഡെന്നിയുടെ ചെറുപ്പത്തിലുള്ള വിശ്വാസ പരിശീലനവും അതിനുശേഷം ഡെന്നിയിലുണ്ടായ ഏതെങ്കിലും ദൈവാനുഭവം ഒന്ന് നമുക്ക് പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും ചേച്ചി, ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളുടെ വീട്ടിലെ പേരൻസും ഗ്രാൻഡ് പേരൻസും പപ്പയുടെ സഹോദരങ്ങളും സഹോദരിമാരും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. പ്രത്യേകിച്ച് ചെറുപ്പം മുതൽ തന്നെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ സന്ധ്യാപ്രാർത്ഥനയും അവധി ദിവസങ്ങളിലൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന ഒരു ശീലമൊക്കെ ചെറുപ്പം മുതലുണ്ടായിരുന്നു. കൂടാതെ എൻ്റെ മമ്മിയുടെ സഹോദരങ്ങളെല്ലാം തന്നെ ഒരു കരിസ്മാറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വീട്ടിൽ വരുമ്പോൾ രാത്രി കാലങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും വചനം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശീലം ചെറുപ്പത്തിൽ തന്നെ എനിക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറുപ്പത്തിൽ തന്നെ വചനത്തോടും, പ്രത്യേകിച്ച് ഞാൻ തന്നെ ഓർക്കുന്നു, എൻ്റെ ചെറുപ്പകാലങ്ങളിൽ പോലും ഞാൻ രാത്രി കാലങ്ങളിൽ ഇരുന്ന് ബൈബിള് ഒറ്റയ്ക്കിരുന്ന് വായിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അതുപോലെ ആത്മീയ പുസ്തകങ്ങളും വിശുദ്ധരുടെ ജീവിതങ്ങളൊക്കെ ഞാൻ വായിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ ദൈവാനുഭവം എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് തോന്നുന്നു തന്നെ, ഞാൻ കോളേജിൽ പഠിക്കുന്ന ഒരു സമയത്ത് കളിക്കുന്നതിനിടയ്ക്ക് എൻ്റെ കാലിന് പരിക്ക് പറ്റി ഒരു വിശ്രമത്തിൻ്റെ കുറച്ച് ദിവസം റെസ്റ്റൊക്കെ എടുക്കേണ്ട അവസ്ഥ വന്നു. ആ സമയത്ത് ഞാൻ വാങ്ങി വെച്ചിരുന്ന 2 വിശുദ്ധരുടെ ബുക്ക്, ഒന്ന് ജോൺ പോൾ സെക്കൻഡിൻ്റെയും അതുപോലെ മദർ തെരേസയുടെയും, ഇവർ 2 പേരുടെയും ജീവിതം വായിക്കാനായിട്ട് ഇടയായപ്പോൾ എൻ്റെ ജീവിതത്തിൽ അന്ന് വരെ ഞാൻ
കരുതിപ്പോകുന്ന എൻ്റെ ഒരു ജീവിതം വളരെ നല്ല ജീവിതമാണ്, അല്ലെങ്കിൽ ഞാൻ പള്ളിയോടും അല്ലെങ്കിൽ സഭയോടൊക്കെ ചേർന്ന് നിൽക്കുന്നതാണെന്നൊക്കെയുള്ള എൻ്റെ തെറ്റിദ്ധാരണകൾ ഒക്കെ ഒത്തിരി മാറാനായിട്ട് ഇടയായി ഇവരുടെ ജീവിതം വായിച്ചു കഴിഞ്ഞപ്പോൾ. പിന്നീട് എൻ്റെ ഒരു ആത്മീയ ജീവിതത്തിൽ ഒരു യു-ടേൺ അനുഭവമായിരുന്നു ശരിക്കും. അതിനുശേഷം ഞാൻ സഭയോടും ദേവാലയത്തോടും വിശുദ്ധ കുർബാനയോടൊക്കെ കുറച്ചും കൂടി സ്നേഹത്തിൽ ആഴപ്പെട്ടൊരു ജീവിതം നയിക്കാനായിട്ട് ഇടയായി. അപ്പം എൻ്റെ ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു തുടക്കമെന്ന് പറയുന്നത് ഈ 2 വിശുദ്ധരുടെ ജീവചരിത്രം വായിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യ ഒരു ദൈവാനുഭവം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതാവസാനം വരെ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പകർന്നു തരുന്ന ആ വിശ്വാസ പരിശീലനം, അതിൽ കൂടിയാണ് നമ്മൾ നീങ്ങുന്നത്. അതാണ് ദൈവം നമ്മളെപ്പോഴും അത് നമ്മളെ ആ ജീവിതാവസാനം വരെ നമ്മളെ നയിക്കും. തീർച്ചയായും നിങ്ങൾക്ക് ചെറുപ്പത്തിൽ നിന്നുള്ള കിട്ടിയ ആ വിശ്വാസ പരിശീലനം, ദൈവാനുഭവങ്ങൾ, അതിൻ്റെയൊക്കെ ധന്യതയിൽ ഈ ദേശത്ത് വന്നതിന് ശേഷം അതെങ്ങനെ തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നു? ചേച്ചി, എനിക്ക് തോന്നുന്നു നമ്മുടെ ഉള്ളിലൊരു വിശ്വാസവും ഈശോയോട് ചേർന്ന് നിൽക്കണമെന്നൊരാഗ്രഹവും ഉണ്ടെങ്കിൽ നമ്മളെവിടെയായിരുന്നാലും ഈശോ തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുമെന്ന്. കാരണം ഞാൻ ഇപ്പോൾ ഇവിടെ ജോലിക്ക് വന്നു, അബുദാബിയിലോട്ടാണ് വരുന്നതെന്നറിയാം, ഇവിടെ പള്ളിയുണ്ട്. പക്ഷേ ഞാനിവിടെ വന്നു കഴിഞ്ഞാണ് അറിഞ്ഞത് അബുദാബിയിൽ നിന്നും ഒരു 180 കിലോമീറ്റർ ദൂരെ ഒരു ഇൻറ്റീരിയർ ആയിട്ടുള്ള സ്ഥലത്തായിരുന്നു എനിക്ക് ജോലി കിട്ടിയത്. അപ്പോൾ അവിടെ ദേവാലയമൊന്നുമില്ല. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളെ എനിക്ക് കിട്ടി. അപ്പം ജോലി കിട്ടി ആദ്യം അവിടെ ചെന്ന് കുറേ ചേച്ചിമാരെയൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ പരിചയപ്പെടുമ്പം തന്നെ അവർ ഇവിടെയുള്ള പ്രാർത്ഥനാ കൂട്ടായ്മകളെക്കുറിച്ചും ഇവിടെയുള്ള കുർബാനയെക്കുറിച്ചും പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ് ആദ്യം തന്നെ അവർ പറയുന്നത്. അപ്പോഴേ എനിക്ക് തോന്നി ഞാൻ ഒരു നല്ല വിശ്വാസമുള്ള നല്ല തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിനിടയിലാണ് ഞാൻ വന്നുപെട്ടതെന്ന്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പോകണം, പള്ളിയിൽ പോകണം എന്നൊരു എസ് മാത്രം മതിയായിരുന്നു അന്ന്. കാരണം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, നമുക്ക് വണ്ടിയില്ല, നമുക്ക് സ്ഥലങ്ങൾ അറിയത്തില്ല. പക്ഷേ ചേച്ചിമാരോട് എനിക്കൊന്ന് പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം എന്നൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ആ സമയമാകുമ്പോൾ വണ്ടിയും കൊണ്ടുവന്ന് നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ പ്രാർത്ഥനാ കൂട്ടായ്മയിലെല്ലാം അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ പള്ളി ഞാൻ ഈ 150 കിലോമീറ്റർ ദൂരെയാണ്, 2-2.5 മണിക്കൂർ യാത്ര ചെയ്താലേ ഉള്ളൂ എനിക്ക് കുർബാനയ്ക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അപ്പം വെള്ളിയാഴ്ചകളിൽ നൈറ്റ് ഓഫ് ആയിരിക്കും മിക്കവാറും, എങ്കിലും ഇത്രയും ദൂരം വന്ന് അതിന് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും. ഇല്ലെങ്കിൽ ബസ്സിനാണെങ്കിലും ഇവിടെ ദേവാലയത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും കിട്ടി. അപ്പം എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്നൊക്കെ കണ്ടതിലും വ്യത്യസ്തമായിട്ട് ഒരുപാട് തീഷ്ണതയുള്ള, ജ്വലിക്കുന്ന തീഷ്ണതയുള്ള ഒരു സമൂഹത്തിലാണ് ഞാൻ വന്നു പെട്ടത്. നമ്മളൊന്ന് വാടിപ്പോയെങ്കിൽ, നമ്മളിപ്പോൾ ഒരു പ്രാർത്ഥിക്കാൻ ഒരു മടി കാണിച്ചെങ്കിൽ പോലും അത് നനച്ച് നമ്മളെ വീണ്ടും വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാൻ അത്രയും തീഷ്ണതയുള്ളൊരു സമൂഹത്തിൽ വന്ന് ചേരാൻ സാധിച്ചത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ആ വിശ്വാസത്തിൽ പോകാനായിട്ട് സാധിക്കുന്നത്. 150-200 കിലോമീറ്റർ ദൂരെയുള്ള പള്ളിയിലും പോകാൻ തീക്ഷണത കാണിച്ചിരുന്ന ബിൻസിയെ ദൈവം ധാരാളം ഇനി അനുഗ്രഹിക്കട്ടെ. ഇനി ഡെന്നിയുടെ അനുഭവം എന്തായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ ചേച്ചിയോട് പറഞ്ഞിരുന്നു, ഞാൻ നാട്ടിൽ വെച്ച് ദൈവാനുഭവം ഉണ്ടായി. സഭയോടും ദേവാലയത്തോടും ഒക്കെ ചേർന്ന് നിന്ന് ഒരു ശുശ്രൂഷ നയിക്കുന്ന ഒരു സമയത്താണ് എനിക്ക് ഗൾഫിലേക്ക് എൻ്റെ ഒരു ബ്രദർ ഇങ്ങോട്ട് വരാനായിട്ടൊരു അവസരം കിട്ടിയത്. ഇവിടെ വരുമ്പോഴും എനിക്ക് ഏറ്റവും വിഷമം നാട്ടിൽ നിന്ന് പറയുന്നു ഗൾഫാണ്, അപ്പോൾ ഇവിടെ പ്രാർത്ഥനയുണ്ടോ പള്ളിയുണ്ടോ എന്നൊക്കെ എനിക്ക് ഒത്തിരി ഡൗട്ടോടുകൂടിയാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്നത്. പക്ഷേ വന്ന ആദ്യ ആഴ്ചകളിൽ തന്നെ എനിക്ക് ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ജിസുത്ത് കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കാനായിട്ട് ദൈവാനുഗ്രഹിച്ചു. പ്രത്യേകിച്ച് മുന്നേറ്റത്തിൻ്റെ ഭാഗമാകാനും പ്രാർത്ഥനാ കൂട്ടായ്മകൾക്കും ശുശ്രൂഷകൾക്കുമൊക്കെ നേതൃത്വം കൊടുക്കാനും ഒക്കെ ദൈവം പ്രത്യേകമായിട്ട് അവസരമൊരുക്കി. കൂടാതെ വിവാഹത്തിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് മിൻസ് പറഞ്ഞ പോലെ ഏകദേശം 150 കിലോമീറ്റർ ദൂരെ ഞങ്ങൾ ഫാമിലിയായിട്ട് താമസിക്കുമ്പോഴും അവിടെ നിന്നും എല്ലാ വെള്ളിയാഴ്ചകളിലും ദേവാലയത്തിൽ വരാനും അല്ലെങ്കിൽ അവിടെയുള്ള കൂട്ടായ്മകളിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ ദൈവം മനോഹരമായിട്ട് കാര്യങ്ങൾ ക്രമീകരിച്ചു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നാട്ടിലേക്കാളും തീഷ്ണതയോടുകൂടി ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളാനും ശുശ്രൂഷകളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നു. ദൈവം തിരഞ്ഞെടുത്തൊരു കുടുംബമായിരുന്നു. അപ്പോൾ നിങ്ങൾ ജീസസ് യൂത്തിൻ്റെ ആക്റ്റീവ് മെമ്പറായിട്ട് ഡെന്നിയുണ്ട്, ബിൻസി അതേസമയം നേഴ്സസ് മിനിസ്ട്രിയുടെ ഒരു ടീം മെമ്പറൊക്കെ ആയിട്ട്, സർവീസ് ടീം മെമ്പറൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നു. നിങ്ങൾ വിവാഹവും അതിൻ്റെ ഒരുക്കങ്ങളും അതിനുള്ള സാഹചര്യമൊക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും അബുദാബിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. വിവാഹം കഴിക്കാനൊരു പ്രായമായ സമയം മുതൽ, അപ്പം ഞാൻ ഓർക്കുന്നു, ഞാൻ ഈ നേഴ്സിങ്ങിനൊക്കെ പഠിക്കുന്ന സമയത്താണ്
ഞങ്ങളുടെ ഒരു മിസ്സ് വിവാഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മിസ്സിൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കുകയുണ്ടായി. അന്ന് മുതൽ ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ളൊരു ശീലം ഉണ്ടാക്കിയെടുത്തു. ഞാൻ അന്ന് വിവാഹമൊന്നും ആലോചിക്കുന്ന സമയമൊന്നും അല്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്കും അവരുടെ കുടുംബത്തിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അബുദാബി ജോലി കിട്ടി ഇവിടെ വന്ന സമയത്താണ് വിവാഹാലോചനകൾ നടക്കുന്നത്. ആ ഒരു സമയത്ത് ഞാൻ നാട്ടിൽ ലീവിന് പോയപ്പോൾ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു. ആ സമയത്ത് ഒരു ബ്രദർ ഒരു കൗൺസിലിങ്ങിൻ്റെ സമയത്ത് എന്നോട് പറഞ്ഞു, മോൾക്ക് ഈ വരുന്ന ക്രിസ്മസിന് ഈശോ ഒരു ക്രിസ്മസ് സമ്മാനം ഒരുക്കുന്നുണ്ടെന്ന്. അപ്പോഴേ എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു വിവാഹത്തിന് വേണ്ടിയുള്ളൊരു മെസ്സേജാണ് ബ്രദർ തരുന്നതെന്ന്. അപ്പോൾ ഞാൻ ഈശോയോട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ഡിസംബർ പകുതിയൊക്കെ ആയ സമയത്ത് അങ്ങനെ ഒരു വിവാഹാലോചനയൊന്നും അങ്ങനെ വരുന്നൊന്നും അങ്ങനെ ശരിയായൊന്നൊന്നുമില്ല. അപ്പം ഞാൻ ഈശോയോട് ചോദിച്ചു, അത് ഇതിൻ്റെ ക്രിസ്മസ് സമ്മാനം തരാൻ ഇത്ര വൈകുന്നത്? അങ്ങനെ ഞാൻ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിസംബർ 24-നാണ് ഞങ്ങളുടെ ഡെന്നിയുടെ ഒരു ഫ്രണ്ട് അബുദാബിയിലുണ്ടായിരുന്നൊരു ചേട്ടൻ ഞങ്ങളുടെ അങ്ങോട്ട് മാറി വരികയും ഇങ്ങനെ ഒരാളുടെ വിവാഹാലോചന കൊണ്ടുവരുന്നത്. അപ്പോഴേ എനിക്ക് ബോധ്യമായത് ഇത് കാരണം ഞാൻ ആ ഒരു ക്രിസ്മസിൻ്റെ സമ്മാനമായിട്ട് തരുന്നതാണല്ലോ. അങ്ങനെ ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചൊരുങ്ങി. ഞാനന്ന് ഡെന്നിനെ കണ്ടിട്ടില്ല. ഡെന്നിയുടെ പ്രൊഫൈൽ ചേട്ടൻ പറഞ്ഞൊരു പരിചയമുള്ളൂ. എങ്കിൽ പോലും ഈ ഒരു വിവാഹം നടക്കണമെന്നും മറ്റ് വിവാഹാലോചനകൾക്ക് ഒരു മനോഭാവത്തോടെയല്ല ഞാൻ പോയത്. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ഒരു വിവാഹം നടക്കണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് പോയത്. പിന്നെ ഞങ്ങൾ കണ്ടു. പിന്നെ വീട്ടിൽ അവർ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹത്തിലേക്ക് നയിച്ചത്. ദൈവം നിങ്ങൾക്ക് വിവാഹത്തിന് ശേഷം 7 വർഷത്തിന് ശേഷം ദൈവം തന്ന വേറൊരു ഗിഫ്റ്റാണല്ലോ നോവമോള്. ആ അനുഭവം ഒന്ന് പറയാമോ? വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ 7 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ മോളെ ഈശോ തന്നത്. അപ്പോൾ വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും വലിയ സ്വപ്നമായിരുന്നു ഒരുപാട് കുഞ്ഞുങ്ങൾ വേണമെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. എങ്കിലും ഞങ്ങൾ നിരാശപ്പെട്ടില്ല. അത് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല എന്നുള്ളതൊരു സങ്കടമാണ്. കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ ഒരിക്കൽ പോലും അതൊരു നിരാശയിലോട്ട് പോകാനായിട്ട് കർത്താവ് ഞങ്ങളെ ഇടവരുത്തിയില്ല. ഞങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയോ അത് ഓർത്ത് വിലപിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങളെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന അനേകം പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ കുറേ ട്രീറ്റ്മെൻറ്റുകൾ പോയി. പക്ഷേ അതിനൊന്നും ഒരു ഫലം കിട്ടിയില്ല. അങ്ങനെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്തിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ നാട്ടിൽ ചെന്നപ്പോൾ അണക്കരയിൽ ഒരു ധ്യാനത്തിന് പോയത്. അവിടെ വച്ച് ആ ധ്യാനം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനം എടുത്തു. ഇനി ഒരു ട്രീറ്റ്മെൻറ്റിന് ഞങ്ങൾ പോകത്തില്ല. കാരണം ഈശോയോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്തതായിട്ടൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഇനിയൊരു ട്രീറ്റ്മെൻറ്റിനില്ല. ഞങ്ങളുടെ ആ ജീവിതം, ഞങ്ങൾക്കൊരു കുഞ്ഞിന് വേണ്ടിയുള്ളൊരാഗ്രഹം ഞങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുത്തു. പിന്നെ ഞങ്ങളുടെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും നിർത്തി. ഞങ്ങൾ ഈശോയുടെ സമയത്തിന് വേണ്ടി കാത്തിരുന്നു. ഇങ്ങനെയൊക്കെ അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് എങ്കിലും ചില സമയങ്ങളിൽ ഞാൻ ബുദ്ധിയുടെ തലത്തിൽ ചിന്തിക്കും. കാരണം ഞങ്ങളോട് എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു ഇനി നോർമലി ഒരു കുഞ്ഞുണ്ടാകുക ബുദ്ധിമുട്ടാണ്, പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസൊക്കെ തന്നിരുന്ന സമയമാണ്. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ ഒരു ബുദ്ധിയുടെ തലത്തിൽ ഞാൻ ചിന്തിക്കും, ഇത് സാധ്യമാണോ, ഞങ്ങളിങ്ങനെ കാത്തിരിക്കുന്നത് വ്യർത്ഥമാണോ, എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിന് പോകണോ. പക്ഷേ ആ സമയങ്ങളിലൊക്കെ ഡെന്നി വളരെ പോസിറ്റീവായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും ഡെന്നി എപ്പോഴും പറയുമായിരുന്നു, നീ നോക്കിക്കോ, നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നമ്മുടെയൊക്കെ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ പോയി. ഞങ്ങൾക്ക് 7 വർഷങ്ങൾക്ക് ശേഷം 2020 ഞാൻ കൺസീവ് ആവുകയും 2021 മോള് ജനിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പ്രഭാഷകൻ 2:10 പറയുന്നു, കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നോർമലി ഓർത്ത് ബിൻസി സൂചിപ്പിച്ചല്ലോ, ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട എന്നാണ് ഡെന്നി, അതിനു വേണ്ടി ഡെന്നി നിർബന്ധിച്ചിരുന്നു. അത്രയ്ക്ക് വിശ്വാസം ഡെന്നിക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നല്ലോ, ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ഒരു വിശ്വാസ പരിശീലനം
നല്ലൊരു ബേസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ കിട്ടിയ ഒരു പരിശീലനം ഉണ്ടായിരുന്നു. കൂടാതെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ജിസുത്തിലൂടെയും ഒക്കെ എനിക്ക് കിട്ടിയൊരു ഫോർമേഷനുകൾ എൻ്റെ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുത്താൻ സഹായിച്ചു. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ചെറുപ്പത്തിൽ നടന്നൊരു ഇൻസിഡൻറ്റ് ഇതിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റും. എൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു വർധനയ്ക്ക് അത് കാരണമായിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ കോളേജിലൊക്കെ പഠിക്കുന്നൊരു സമയത്ത് എനിക്ക് മൈഗ്രെയിൻ എന്ന രോഗാവസ്ഥയിലൂടെ കടന്നു പോകാനായിട്ടൊരു സാഹചര്യം ഉണ്ടായി. വളരെ അസഹ്യമായ വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ ആ ദിവസങ്ങളൊക്കെ ദ്വീപലിക്ക് പോകുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസങ്ങളിൽ എനിക്ക് ദ്വീപലിക്ക് പോകാൻ പറ്റാത്ത അത്ര മൈഗ്രെയിൻ്റെ ഒരു വേദനയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇടവപ്പള്ളി ഇരുന്ന അച്ഛൻ, എന്താണ് നീ പള്ളി വരാത്തെന്ന് കാര്യങ്ങൾ തിരക്കുകയും, അപ്പോൾ ഞാൻ പറഞ്ഞു മൈഗ്രെയിൻ കാരണം രാവിലെ പള്ളിയിൽ വരാൻ കുഴപ്പമില്ല, വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഭയങ്കര മൈഗ്രെയിൻ ആയിരിക്കും, അപ്പോൾ അതുകൊണ്ട് ഞാൻ പള്ളി വരാത്തെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞു, നാളെ രാവിലെ ദിവ്യബലിക്ക് വരണം, പ്രത്യേകിച്ച് കാസയും ബിലാസയും ഉയർത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിൻ്റെ ഈ ഒരു മൈഗ്രെയിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അന്നത്തെ ദിവ്യബലി അച്ഛൻ പറഞ്ഞിരുന്നു, നിന്നെ സമർപ്പിച്ചായിരിക്കും പ്രത്യേകം അന്നത്തെ ദിവസം പ്രാർത്ഥിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം രാവിലെ ദിവ്യബലിക്ക് പോവുകയും അന്നത്തെ ദിവസം ഞാൻ എൻ്റെ മൈഗ്രെയിനെ സമർപ്പിച്ച് കാസയും ബിലാസയും ഉയർത്തിയ സമയത്ത് ഞാൻ എൻ്റെ ഈ മൈഗ്രെയിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ വലിയ ഒരു ഇടപെടൽ അന്ന് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അന്നത്തെ ആ ഒരു ദിവ്യബലിയോടുകൂടി തന്നെ എൻ്റെ അന്ന് വരെ ഉണ്ടായിരുന്ന മൈഗ്രെയിൻ അന്നത്തെ ദിവസം കൊണ്ട് തന്നെ ദൈവം അത്ഭുതകരമായിട്ട് എടുത്തു മാറ്റി. അതിൽ പിന്നെ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മൈഗ്രെയിനോ തലവേദനയോ ഒന്നും ഉണ്ടാകാനായിട്ട് ദൈവം അനുവദിച്ചില്ല. അപ്പോൾ ഇതുപോലത്തെ ഒത്തിരിയേറെ അനുഭവങ്ങളും അതുപോലെ എൻ്റെ സുഹൃത്തുക്കളുടെയും അല്ലെങ്കിൽ കൂട്ടായ്മയിലൊക്കെ ഉള്ള അനേകം സാക്ഷ്യങ്ങൾ പ്രത്യേകിച്ച് എന്നെ ഒരു വിശ്വാസത്തിൽ ഉറപ്പിക്കാനായിട്ട് സഹായിച്ചു. ബിൻസി സൂചിപ്പിച്ചിരുന്നല്ലോ, നിങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ വലിയൊരു ആഗ്രഹമായിരുന്നു, നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു കുഞ്ഞിനെ സ്വീകരിക്കണമെന്ന്. അപ്പോൾ അതിന് ബിൻസിക്ക് ശരിക്കും സാധിച്ചോ? തീർച്ചയായിട്ടും സാധിച്ചു. കാരണം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ ഇരുന്ന സമയത്ത് പോലും ഞങ്ങൾ അധികം പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നെന്ന്. പക്ഷേ മോളെ കൺസീവ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈശോയെ ഞങ്ങളുടെ ആഗ്രഹപ്രകാരം എത്രത്തോളം ഞങ്ങളെ അവിടുന്ന് പ്രാർത്ഥിച്ചൊരുക്കുകയായിരുന്നു ഈ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാമെന്ന് പിന്നീട് ഞങ്ങളത് മനസ്സിലാക്കി. കാരണം ഞാൻ 2020 ഒക്ടോബറിലാണ് ലാസ്റ്റിലാണ് മോള് കൺസീവ് ആണെന്ന് അറിയുന്നത്. അന്ന് ഞങ്ങൾ നോക്കിയപ്പോഴാണ് മനസ്സിലായി ഈ 2020 ഞങ്ങളുടെ ഈ കല്യാണം കഴിഞ്ഞ് 7 വർഷത്തിലെ ഏറ്റവും പ്രാർത്ഥനയിൽ നിറഞ്ഞു നിന്നൊരു ജീവിതം നയിച്ച ഒരു വർഷമായിരുന്നു. പ്രത്യേകിച്ച് കോവിഡിൻ്റെയൊക്കെ ഒരു കാലഘട്ടമായിരുന്നു. പിന്നെ ഞങ്ങൾ 2020 ജനുവരി 1-ാം തീയതി തന്നെ നമ്മൾ ബൈബിൾ വായിച്ചിട്ടുണ്ട്, പക്ഷേ ഒരിക്കൽ പോലും അതൊരു കംപ്ലീറ്റ് വായിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ തീരുമാനം എടുത്തു, ഈ ഒരു വർഷം ഫുള്ള് നമ്മൾ ബൈബിൾ വായിക്കാം. അങ്ങനെ ഞങ്ങൾ ജനുവരി 1-ാം തീയതി മുതൽ ബൈബിൾ വായിച്ചു തുടങ്ങി. അതുപോലെ ഞങ്ങൾക്ക് LSS ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാർ എന്ന് പറഞ്ഞൊരു ഫോർമേഷൻ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നടക്കുകയുണ്ടായി. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ഒരു കത്തെഴുതുക, ദൈവപിതാവിന് കത്തെഴുതുക എന്നൊരു ശീലം ഉണ്ടായിരുന്നു. അങ്ങനെ അതിനകത്തൊക്കെ ഈശോയോട് കത്തെഴുതി ഈ ഒരു പ്രാർത്ഥന ആവശ്യം പറയുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രെയർ എടുത്ത് പ്രാർത്ഥിച്ചു 21 ദിവസം. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ ഞാൻ കൺസീവ് ആണെന്ന് അറിയുന്നത് ഒക്ടോബർ മാസത്തിലാണ്. അത് മാതാവിൻ്റെ ജപമാല മാസമാണ്. അപ്പോൾ നേഴ്സസ് മിനിസ്ട്രിയോടനുബന്ധിച്ച് ആ ഒരു മാസം ഫുള്ള് ജപമാല ഞങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പം അന്ന് എന്നെയാണത് അതിൻ്റെ നേതൃത്വം ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും അതിനകത്ത് പങ്കെടുത്ത് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു മാസം തന്നെയാണ് ഞാൻ കൺസീവ് ആവുമെന്ന് അറിയുന്നത്. അപ്പോൾ ഞാൻ കൺസീവ് ആയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നേഴ്സസ് മിനിസ്ട്രിയിലെ ചേച്ചിമാരൊക്കെ പറഞ്ഞു, മീൻസ് ഈ മാസം മുഴുവൻ ഞങ്ങൾ നിനക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതെന്ന്. അങ്ങനെ പല പ്രാർത്ഥനയിലൂടെ ഈശോ ഞങ്ങളെ ഈ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈശോ ഞങ്ങളെ ഒരുക്കുമായിരുന്നു. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഭാവികാലം അറിയുന്ന ദൈവം നമ്മളെ അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബിൻസിക്ക് ഒന്ന് LSS ആവാപിതാവിന് ഒരു കത്തെഴുതുക അങ്ങനെ എന്തോ പറഞ്ഞല്ലോ, അതൊന്നുകൂടി ഒന്ന് വ്യക്തമാക്കി പറയാമോ? LSSൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നമ്മളെ ദൈവപിതാവിൻ്റെ കത്തെഴുതുന്നൊരു ശീലം നമ്മളിൽ ഉണ്ടാക്കാറുണ്ട്. അത് ഒരുപാട് പേരുടെ അനുഭവങ്ങളും ഈ കത്തെഴുതിയപ്പോൾ കിട്ടിയ സാക്ഷ്യങ്ങളൊക്കെ എനിക്കത് അനുഭവമായിരുന്നു. അപ്പോൾ അന്ന് തന്നെ ദൈവപിതാവിന് കത്തെഴുതുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ പിതാവിന് ഒരു എഴുത്ത് എഴുതുന്ന പോലെ തന്നെ നമുക്ക്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. ഞാനൊരു മുറിയിൽ പോയിരുന്ന് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഈശോയോട് ഇങ്ങനെ പറഞ്ഞ് ഒരു കത്തെഴുതുന്ന പോലെ ഞാനങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു.
എനിക്കൊരു കുഞ്ഞ് വേണമെന്നുള്ളത് സത്യം പറഞ്ഞാൽ അതൊരു വലിയ പ്രയോറിറ്റി ആയിട്ട് ഞാൻ എഴുതിയില്ല. ഞാൻ കത്തിൻ്റെ ഏറ്റവും അവസാനമാണ് ഞാൻ ആ കാര്യം എഴുതിയത്. പക്ഷേ അതിന് മുമ്പ് തന്നെ ആദ്യമായിട്ട് ഞാൻ അന്നാ ലെറ്ററിൽ എഴുതിയ എല്ലാ കാര്യവും, അത് തന്നെ പറയട്ടെ, എല്ലാ കാര്യവും ഈശോ എനിക്ക് ആ വർഷം സാധിച്ചു തന്നു. അതിനകത്ത് ഏറ്റവും അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നിയത് എൻ്റെ ചേച്ചിക്ക് ഒരു മോനുണ്ടായതാണ്. കാരണം ചേച്ചിക്ക് 2 പെൺകുട്ടികളായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലൊരാഗ്രഹമാണ് ചേച്ചിക്കൊരു ആൺകുട്ടീനെ കൂടെ വേണം, ഒരു മൂന്നാമതൊരു കുട്ടിയും കൂടെ വേണമെന്ന്. ഞാനത് ചേച്ചിയോട് സംസാരിക്കുകയോ അവരോട് അതിനെക്കുറിച്ച് ചോദിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഈ 2020 ജനുവരിയിൽ ഈ കത്ത് എഴുതുമ്പോൾ മീശോയോട് പറഞ്ഞു ചേച്ചിക്ക് ഒരു ആൺകുഞ്ഞിനെ കൊടുക്കണം എന്നും പറഞ്ഞ് ഞാൻ എഴുതിയത്. അങ്ങനെ ഇരിക്കെ ചേച്ചി മാർച്ചിൽ വിളിച്ചു പറഞ്ഞു ചേച്ചി പ്രഗ്നൻ്റ് ആണെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം ചേച്ചിക്ക് യൂട്രസിന് സംബന്ധമായിട്ട് പല എന്തൊക്കെയോ അസുഖങ്ങളുണ്ട്. അപ്പം ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ച് യൂട്രസ് എടുത്ത് കളയണമെന്നാണ് പറയുന്നതെന്നൊക്കെ എന്നോട് ഫോൺ വിളിക്കുമ്പം പറഞ്ഞിട്ടുണ്ട്. അപ്പം ചേച്ചി പറഞ്ഞു ഇപ്പോഴേ അതൊന്നും ചെയ്യുന്നില്ല, കാരണം ചെറുപ്പമാണ്, ഒരു 40 വയസ്സെങ്കിലും ആകാതെ അതിനൊന്നും ഞാൻ മുതിരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നൊരു സമയമാണ്. ആ സമയത്ത് ദൈവം ഞാൻ ഈ ചോദിച്ചൊരാഗ്രഹം സാധിച്ചു തന്നു. അങ്ങനെ ഞാൻ ഈ ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്ന ഫുൾ സമയം ചേച്ചിക്ക് വേണ്ടി എല്ലാ ദിവസവും ചേച്ചി ഡെലിവറി ആവുന്നതോടെ ഒരു കരുണക്കൊന്ന് തേടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ചേച്ചിനെ ലേബർ റൂമിൽ കയറ്റി നമ്മളിങ്ങനെ എന്തായെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയം. പക്ഷേ എനിക്കതിനകത്ത് ഒരു സംശയമില്ലായിരുന്നു ചേച്ചിക്ക് ഉണ്ടാകുന്ന ആൺകുഞ്ഞാണ്. കാരണം ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ചോദിച്ച് വാങ്ങിച്ച കുഞ്ഞാണ്. അപ്പോൾ അത് ഈ LSSൻ്റെ ഒരു കത്തിലൂടെ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. അത് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവമാണ്. എനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഇപ്പം ഒരു ചെറിയ ആഗ്രഹമാണെങ്കിലും പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും സങ്കടം വന്നാലെല്ലാം ഞാൻ ഈശോയ്ക്ക് കത്തെഴുതി എൻ്റെ ബൈബിളിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും അതൊരു മാതൃകയാക്കാം അല്ലേ? തീർച്ചയായിട്ടും. ചേച്ചി കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചൊരുങ്ങി. അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ടി അനേകർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നൊരു ആൾ, പ്രത്യേകിച്ച് എൻ്റെ ഒരു സുഹൃത്തും ഒരു ചേട്ടനുമായ ഒരു ചേട്ടൻ, ദിവസം ഞങ്ങൾക്ക് വേണ്ടി ജപമാല ചെല്ലാൻ വേണ്ടി, പ്രത്യേകിച്ച് 2020 ആദ്യം മുതൽ ജനുവരി മുതൽ ഡിസംബർ വരെ ഞങ്ങൾക്ക് വേണ്ടി ജപമാല ചൊല്ലി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ബിൻസിയുടെ ഒരു സുഹൃത്ത് ഇപ്പം UK-ലാണ്, അവളും ഇതുപോലെ തന്നെ എല്ലാ ദിവസവും ഞങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചകളിലും അഭിഷേകാഗ്നി കാണാൻ വേണ്ടി ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയും അവൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാര്യം കൂടി ഞാൻ ഇതിനോട് ചേർക്കാം. രണ്ടു കൂട്ടരും നിങ്ങളെ ദത്തെടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8 പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, ഈ കുടുംബത്തെ നമുക്കും മാതൃകയാക്കാം. തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമയവും ജീവിതവും ഭവനവും എല്ലാം ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഈ ഭവനത്തെ ദൈവം ഇനിയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവം തന്നിരിക്കുന്ന നല്ല സമയങ്ങൾ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് ശ്രമിക്കാം. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. തങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങൾക്കിടയിലും കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി സാക്ഷ്യ ജീവിതം നയിക്കുന്ന ഈ ദമ്പതികളെ ഓർത്ത് സർവശക്തനായ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഒപ്പം നമ്മുടെ ജീവിതവും ഓരോ ദൈവവിളിയാണെന്ന് മനസ്സിലാക്കുവാനും അവിടുത്തോട് വിശ്വസ്തരായിരിക്കുവാനും നമുക്കും കഴിയട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.